ഹലോ നമസ്കാരം. ഷൈൻ നിഗത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമ ബൾട്ടി വരെയാണ്. ഷൈൻ നിഗം നായകനായെത്തുന്ന പുതിയ മലയാളം തമിഴ് സ്പോർട്സ് ഡ്രാമ ബൾട്ടിയുടെ ടൈറ്റിൽ ഗ്ലിംസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇറങ്ങിയിട്ട് 2 ദിവസമായി 1.3 മില്യൺ വ്യൂസ് ഒക്കെ യൂട്യൂബിൽ പോകുന്നുണ്ട്. ഭയങ്കര സ്വീകാര്യതയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ സിനിമ ഷൈൻ നിഗത്തിൻ്റെ 25ാമത്തെ സിനിമയാണ്. സിനിമയുടെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഉണ്ണി ശിവലിംഗം. ഓക്കെ, അപ്പോൾ മൾട്ടിയുടെ ഒരു കഥാസാരത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒരു കബഡി പശ്ചാത്തലത്തിലുള്ള ക്ഷമിക്കണം, കമൻറ്റിൽ എഴുതണ്ട, എനിക്ക് മനസ്സിലായി തെറ്റുപറ്റിയതാണ്. ഒരു കബഡി പശ്ചാത്തലത്തിലുള്ള ഒരു ആക്ഷൻ ഡ്രാമ പടമാണ് ബൾട്ടി എന്ന് പറയുന്നത്. ഷൈൻ നിഗം അവതരിപ്പിക്കുന്നത് ഉദയൻ എന്ന ഒരു കഥാപാത്രത്തിനാണ്. ഇവന്റെ ഒരു പോലീസ് പിന്തുടരുന്ന ഒരു ഫ്യൂജിറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കഥയുടെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബഡി കോർട്ടിലും അതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളും ആയിരിക്കുമെന്ന് നമുക്ക് ഉദ്ദേശിക്കാം. സിനിമയിൽ എന്താ പറയുക, സമൂഹം അതേപോലെ വ്യക്തി പരിവർത്തനം എന്നിവയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അങ്ങനെ പടത്തിന്റെ താരങ്ങളുടെ ഡീറ്റെയിൽസും അത് നോക്കുമ്പോൾ നായകൻ ഒബിയസ്ലി ഷൈൻ നിഗം ആയിരിക്കും. സഹതാരങ്ങൾ ശാന്തനു, ഭാഗ്യരാജ്, പ്രീതി, പിന്നെ മറ്റു താരങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. രചനയും സംവിധാനം നമ്മൾ പറഞ്ഞ പോലെ ഉണ്ണി ശിവലിംഗം, നിർമ്മാണം സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവരാണ് ചെയ്തിട്ടുള്ളത്. STK ഫ്രെയിംസ് എന്ന ബാനറിലാണ് പടം പുറത്തു വരുന്നത്. ക്യാമറ അലക്സ് ജെ പുലിക്കൽ, എഡിറ്റിംഗ് ശിവകുമാർ വി പണിക്കർ ആണെന്ന് തോന്നുന്നു. അതെ, ശിവകുമാർ വി പണിക്കർ. സാങ്കേതിക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സന്തോഷ് വിക്കി, മേക്കപ്പ് ജ്യോതിഷ് പൊയ്യ, കോസ്റ്റ്യൂം മെൽവി, സൗണ്ട് നിതിൻ ലൂക്കോസ് എന്നിവരാണ് ഇതിൻ്റെ പ്രധാന ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പടത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം മലയാളം അതിനും തമിഴിനും റിലീസ് ചെയ്യുന്നുള്ളതാണ്. ചിത്രീകരണം പൊള്ളാച്ചി, പാലക്കാട്, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലാണ് നടന്നിട്ടുള്ളത്. യഥാർത്ഥ കബഡി താരങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഷൈനനവും ശാന്തനവും 1 മാസം കബഡി പരിശീലനം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പടം വരുമ്പോൾ അറിയാം എങ്ങനെയാണുള്ളത്. പിന്നെ സംഗീത സംവിധാനം അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓവറോൾ പറയുന്നത് കബഡി പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയായിരിക്കും. ആക്ഷനും ഇമോഷനും നിറഞ്ഞ ഒരു സ്പോർട്സ് ഡ്രാമയാവാനും സാധ്യതയുണ്ട്. ഷൈൻ നിഗത്തിൻ്റെ കരിയറിലെ പുതിയൊരു വഴിത്തിരിവാവാൻ ചിലപ്പോൾ ഈ സിനിമ കൊണ്ട് സാധിക്കും. പിന്നെ ഉണ്ണി ശിവലിംഗത്തിൻ്റെ സംവിധാനവും യഥാർത്ഥ കബഡി താരങ്ങളുടെ ഇൻ്റർവെൻഷൻ, അതായത് ഇടപെടലുകളും ആക്ഷൻ രംഗങ്ങളും സിനിമയെ മോസ്റ്റ് അട്രാക്റ്റീവ് ആക്കും എന്ന് വിചാരിക്കാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഷൈൻ നിഗം. ഈ പടം വലിയ ഒരു സക്സസ് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ ബൈ ബൈ.